ഹരി ഓം. ഇനി പറയാൻ പോകുന്നത് ദോഷങ്ങളുടെ കോപകാരണങ്ങളാണ്. സകല രോഗങ്ങളുടെയും കാരണം ദോഷകോപമാണ്. ഇതിൽ നിന്നും ദോഷകോപം കൂടാതെ ഒരു രോഗത്തിനും സ്ഥിതി ഇല്ലെന്ന് സിദ്ധിക്കുന്നു. ദോഷ ഏവഹി സർവേഷാം രോഗാണാമേക കാരണം. എല്ലാ രോഗങ്ങളുടെയും കാരണം ദോഷങ്ങൾ തന്നെയാകുന്നു. വാതകോപത്തിനുള്ള കാരണം നോക്കാം. രൂക്ഷൈസ്തിക്തൈ കഷായൈ കടുഭിരനശനൈർവേഗസന്ധാരണൈശ്ച വ്യായാമൈശ്ച വ്യവായൈ പ്രതരണബലവദ്വിഗ്രഹൈർജാഗരൈശ്ച ശ്യാമാനീവാരകുംഘു പ്രഭൃതിഭിരനശനൈരുല്ലസദ്ഭിപ്പേയോധൈരന്യൈ ജീർണേ ച ജന്തോരഭിഭവതി തനൗ മാരുതസ്യ പ്രകോപഃ. അർത്ഥം: തിക്തം കയ്പ്, കഷായം ചവർപ്പ്, കടു എരിവ്, അനശനം ഉപവാസം, കുങ്കു തിന, ശ്യാമ ചാമേരി, നീവാര വരിനെല്ല്. ഇനി അതിൻ്റെ സാരാംശം: രൂക്ഷങ്ങളും തിക്തോഷണ കഷായങ്ങളുമായ ദ്രവ്യങ്ങളുടെ ഉപയോഗം കൊണ്ടും ഉപവാസം കൊണ്ടും മലമൂത്രാദികളായ വേഗങ്ങളെ തടുക്കുക കൊണ്ടും വ്യായാമം കൊണ്ടും സ്ത്രീ സംസർഗം കൊണ്ടും തന്നെക്കാൾ ബലവാനുമായുള്ള മല്ലയുദ്ധം കൊണ്ടും ഉറക്കമൊഴിയുക കൊണ്ടും ചാമ, വരിനെല്ല്, തിന, കൂവരക് മുതലായ ധാന്യങ്ങളെ ഭക്ഷിക്കൊണ്ടും കാർമേഘങ്ങൾ ആകാശത്തിൽ നല്ലപോലെ പ്രകാശിക്കുമ്പോഴും ഭക്ഷണം ദഹിച്ചു കഴിയുന്ന അവസരത്തെങ്കിലും ശരീരത്തിൽ വാദം കോപിക്കുന്നു. അഷ്ടാംഗഹൃദയത്തിൽ പറയുന്ന ഒരു ശ്ലോകം കൂടി നോക്കാം. തിക്തോഷണകഷായൽപരൂക്ഷപ്രമിതഭോജനൈ ധാരണോദീരണനിശാജാഗരാത്യുച്ഛഭാഷണൈ ക്രിയാദിയോഗഭീശോകചിന്താവ്യായാമമൈഥുനൈ ഗ്രീഷ്മാഹോരാത്രിഭുക്താന്തേ പ്രകുപ്യതി സമീരണ. തിക്തോഷണകഷായപ്രായമായ അന്നം, അല്പമാത്രമായ അന്നം, രൂക്ഷാന്നം ഇവ ഭുജിക്കുന്നതുകൊണ്ടും കാലം കടന്നു ഭക്ഷിക്കുന്നതുകൊണ്ടും വേഗധാരണം, വേഗോദീരണം, രാത്രിയിൽ ഉറക്കമിളയ്ക്കുക, അധികം ഉറക്കെ സംസാരിക്കുക ഇവ കൊണ്ടും വമനാദി ക്രിയകളുടെ അതിയോഗം, ഭയം, ദുഃഖം, ചിന്ത, വ്യായാമം, മൈഥുനം ഇവ കൊണ്ടും ഗ്രീഷ്മാന്തമായ വർഷ ഋതുവിലും പകലിൻ്റെയും രാത്രിയുടെയും ഭുക്തത്തിൻ്റെയും 1/3 ഭാഗമുള്ള അന്ത്യകാലത്തിലും വാദം കോപിക്കുന്നു. അടുത്തത് പിത്തത്തിൻ്റെ കോപകാരണങ്ങൾ നോക്കാം. ഖഡ്വംളോഷ്ണവിദാഹി തീക്ഷ്ണലവണക്രോധോപവാസാതപസ്ത്രീ സമ്പർക്കത്തിലാദസീധി സുരാശുക്താരനാളാദിഭി ഭുക്തേ ജീരിതി ഭോജനേ ച ശരതി ഗ്രീഷ്മേ സതി പ്രാണിനാം മധ്യാഹ്നേ ച തദാർദ്ധരാത്രിസമയേ പിത്തപ്രകോപോ ഭവേത്. വാക്കുകളുടെ അർത്ഥം നോക്കാം. ആതപം വെയിൽ, തിലം എള്ള്, അതസി അകത്തിച്ചീര, ദധി തൈര്, സുര മദ്യം, ശുക്ത ചുത്തപ്പുളി, ആരനാളം കാടി. സാരാംശം: എരിവ്, പുളി, വിദാഹി, തീക്ഷ്ണവും ആയ ദ്രവ്യങ്ങൾ, ഉപ്പ്, കോപം, ഉപവാസം, വെയിൽ, സ്ത്രീ സംസർഗം, എള്ള്, അകത്തിച്ചീര, തൈര്, മദ്യം, ചുത്തപ്പുളി, കാടി ഇത്യാദികളുടെ അതിയോഗം കൊണ്ടും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഭക്ഷിച്ചത് ദഹിച്ചു തുടങ്ങുന്ന അവസരത്തെങ്കിലും ശരത്കാലത്തെങ്കിലും ഗ്രീഷ്മകാലത്തിലും മധ്യാഹ്നത്തിലും അർദ്ധരാത്രി സമയത്തും പിത്തം കോപിക്കും. ഇനി കഫകോപത്തിനുള്ള കാരണം നോക്കാം. ഗുരുമധുരാതിശീതദധിദുഗ്ധ നവാന്നപയസ്ഥില വികൃതീക്ഷു ഭക്ഷ്യ ലവണാദിദിവാശയനൈ സമവിഷമാശനാധ്യശന പ്രായ സപിഷ്ടകൃതൈരപി ച കഫ പ്രകുപ്യതി മധൗ ച ദിനാദിഷു ച. ഗുരുത്വമുള്ളതും മധുരവും അതിശീതളവുമായ ദ്രവ്യം, തൈര്, പാല്, പുത്തരിച്ചോറ്, വെള്ളം, എൽച്ചോറ്, കരിമ്പ് ഇവയുടെ അതിപരിശീലനം കൊണ്ടും അധികമായ പകലുറക്കം, സമാശനം, വിഷമാശനം, അധ്യശനം, പായസം, പൊട്ട് മുതലായവയുടെ അതിയോഗം കൊണ്ടും വസന്തകാലത്തിലും ദിവാരംഭത്തിലും കഫം കോപിക്കും. വയസ്സ് മുതലായ ദോഷങ്ങളുടെ സ്ഥിതിയെപ്പറ്റി അഷ്ടാംഗഹൃദയത്തിൽ പറയുന്നുണ്ട്. വയോഹോ രാത്രിഭുക്താനാം തേന്തമധ്യാധികാക്രമാത്. അതായത് വയസ്സ്, അഹസ് എന്ന് പറഞ്ഞാൽ പകല്, രാത്രി, ഭുക്ത ഇവയുടെ അവസാനം, മധ്യം, ആദ്യം എന്നിവയിൽ ക്രമേണ വാതപിത്ത കഫങ്ങൾ സ്ഥിതി ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇനി രസങ്ങളുടെ വെച്ച്
ദോഷവൃത്തിക്ഷയം പറയുന്നത് നോക്കാം. രസങ്ങൾ രസാ സാധ്വ അമ്ല ലവണ തിക്തോഷണ കഷായക. പിന്നെ അതിൽ തത്രാദ്യാമാരുതം ഘ്രന്ഥി ത്രയസ്തിക്താദയ കഫം കഷായ തിക്തമധുര പിത്തമന്യേത്തു കുർവതേ. ഷഡ്രസങ്ങൾ പറയുന്നത് സാധു, അമ്ളം, ലവണം, തിക്തം, ഊഷണം, കഷായം, ഇങ്ങനെയാണ് 6 പറയുന്നത്. ഇതിൽ മധുരം, പുളി, ഉപ്പ് ഈ രസങ്ങൾ വാതത്തെ ശമിപ്പിക്കുന്നു. കയ്പ്, എരിവ്, ചവർപ്പ് ഇവ കഫത്തെ ശമിപ്പിക്കുന്നു. ചവർപ്പ്, കയ്പ്, മധുരം ഇവ പിത്തത്തെ ശമിപ്പിക്കുന്നു. കയ്പ്, എരിവ്, ചവർപ്പ് ഇവ വാതത്തെ വർദ്ധിപ്പിക്കുന്നു. മധുരം, പുളി, ഉപ്പ് ഇവ കഫത്തെ വർദ്ധിപ്പിക്കുന്നു. എരിവ്, പുളി, ഉപ്പ് ഇവ പിത്തത്തെ വർദ്ധിപ്പിക്കുന്നു. ഇങ്ങനെയാണ് രസങ്ങളെ കൊണ്ട് പറയുന്നത്. ഇപ്രകാരം കോപകാരണങ്ങളായ ദ്രവ്യങ്ങളുടെ ഉപയോഗം കൊണ്ട് വാതാദി ദോഷങ്ങൾ കോപിച്ച് രോഗങ്ങളുണ്ടാക്കുന്നു. വാത, പിത്ത, കഫങ്ങളാകുന്ന ത്രിദോഷങ്ങൾ കോപിക്കുന്നതിനുള്ള കാരണം പറഞ്ഞു കഴിഞ്ഞു. ഇതുകൊണ്ട് രോഗത്തെ പരീക്ഷിച്ചറിയണം. ഇനി അടുത്തത് പറയാൻ പോകുന്ന വാതകോപ ലക്ഷണമാണ്. അത് അടുത്ത വോയിസിലാണ് പറയുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ടേ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.